എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 118, 119, 120 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. നരകാസുരനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞ ദിവസം. സത്യഭാമയും ശ്രീകൃഷ്ണനും കൂടി പോയിട്ടാണ് നരകാസുരനെ വധിക്കുന്നത്. ആ ഒരു വിഷയത്തിലേക്ക് പതുക്കെ പതുക്കെ എത്തിച്ചേരുകയാണ് ചെയ്യണത്. നമുക്ക് ആദ്യം 118ാമത്തെ ശ്ലോകം നോക്കാം. തസ്യ കാലോരഗസ്യേവ പ്രജാജീവിതഹാരിണ ദമേ ദാമോദരഃ കുർവൻ ധിയം ദധ്യൗ ഖഗേശ്വരം. ആദ്യം പദച്ഛേദം പറയാം. തസ്യ കാലോരഗസ്യ ഇവ പ്രജാജീവിതഹാരിണ ദമേ ദാമോദരഃ കുർവൻ ധിയം ദധ്യൗ ഖഗേശ്വരം. വളരെ കുറച്ച് പദങ്ങളിലെ പദച്ഛേദം പറയാനുള്ളൂ. ഇവിടെ ഭഗവാൻ എന്താ ചെയ്തത്? നരകാസുരനെ പറ്റിയിട്ടുള്ള വാർത്തകൾ, ദേവന്മാരുടെ അടുത്ത് നിന്നാണ് വാർത്തകൾ കേൾക്കുന്നത്. ആ അസുരൻ്റെ ആക്രമണങ്ങൾ, ഉപദ്രവങ്ങൾ, വധങ്ങൾ അതൊക്കെ ആവുമല്ലോ കേട്ടിട്ടുണ്ടാവുക. അതൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത് എന്നാണ് പറയണത്. ദാമോദര, ദാമം ഉദരത്തിലുള്ളവൻ. ദാമം എന്ന് പറഞ്ഞാൽ ചരട്, കയറ് എന്നൊക്കെ അർത്ഥം. കയറ് കൊണ്ട് പണ്ട് യശോദ തൻ്റെ ഉരലിൽ കെട്ടിയിട്ടുല്ലോ, വെണ്ണ മോഷ്ടിക്കണത് കൊണ്ടും അതുപോലെ തന്നെയുള്ള കുസൃതികൾ ഒപ്പിക്കണത് കൊണ്ടുമൊക്കെ ഈ ഉണ്ണിക്കണ്ണൻ ബാലകൻ വേറെ എവിടേക്കും പോവരുതെന്ന് കരുതിയിട്ട് ഉരലുമ കെട്ടിയിട്ടുണ്ടായി. അതിനുശേഷമാണ് ദാമോദരൻ എന്നുള്ള പേര് ഭഗവാന് ലഭിച്ചതത്രേ. ഈ ദാമം എന്ന് പറഞ്ഞാൽ കയറാണ്. കയറ് ഉദരത്തിലുള്ളവൻ. അത് ഈ കയറാണല്ലോ ഉരലുമായിട്ട് കൂട്ടിക്കെട്ടിയത്. അതുകൊണ്ട് ദാമോദരൻ എന്നുള്ളതിന് കയറ് കൊണ്ട് മധ്യഭാഗത്ത് വയറിൽ കൂട്ടിക്കെട്ടിയവൻ എന്നാണ് അർത്ഥം. ദാമം എന്നുള്ളതിന് ഉരലെന്നൊന്നും അർത്ഥമില്ല. ചില വ്യാഖ്യാതാക്കൾ അല്ലെങ്കിൽ ചില ആൾക്കാർ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ദാമോദരൻ എന്ന് പറഞ്ഞാൽ ഉരല് അരയിൽ കെട്ടിയവൻ എന്നൊക്കെ പറയുന്നുണ്ട്. ദാമം എന്നുള്ളതിന് ഉരല് എന്നാണ് അർത്ഥം എന്ന് അങ്ങനെയൊന്നും പറയരുത്. ദാമപദത്തിന് ചരട് അല്ലെങ്കിൽ കയറ് എന്നൊക്കെ അർത്ഥമുള്ളൂ. അങ്ങനെ ആ ഭഗവാൻ എന്താ ചെയ്തത്? കാലോരഗസ്യ ഇവ പ്രജാജീവിതഹാരിണ തസ്യ. കാലോരകത്തെ പോലെ, കാളോരകം, ഉരകം എന്നൊക്കെ പറഞ്ഞാൽ പല തരത്തിൽ അർത്ഥം പറയാം. കാളസർപ്പം വലിയ പെരുമ്പാമ്പാണ്, അല്ലെങ്കിൽ രാജവെമ്പാലാന്നോ മൂർഖൻ എന്നൊക്കെ പറയാവുന്ന പോലെ അത്യുഗ്ര വിഷമുള്ളതായിട്ടുള്ള പാമ്പുകൾ. അവയുടെ ആ വിഷപ്പല്ലുകളൊന്നും സ്പർശിക്കേണ്ട കാര്യമില്ല, ആൾക്കാർ മരിച്ചു പോവും. അതുപോലെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കാലോരകം എന്നുള്ളതിന് കാളിയൻ എന്നും പറയാം. കാളിയ സർപ്പത്തിനെ പോലെ, അതായത് ഈ വിഷം കൊണ്ട് മറ്റുള്ളവരെ ജീവിപ്പിക്കാതിരിക്കുന്ന പാമ്പുകൾ, അവയെ പോലെയാണ് നരകാസുരനെ കവി ഉപമിക്കുന്നത്. കാലോരഗസ്യ ഇവ പ്രജാജീവിതഹാരിണ. അങ്ങനെ കാളനാഗത്തെ പോലെ പ്രജകളുടെ ജീവിതത്തെ എടുത്തുകൊണ്ടു പോകുന്നവൻ. ഇനി കാലോരകം എന്നുള്ളതിന് വേറൊരു തരത്തിലും അർത്ഥം പറയാം. കാലം ഒരു പാമ്പ് പോലെയാണ്. അത് പതുക്കെ പതുക്കെ ഇഴഞ്ഞു വന്ന് നമ്മളെ എല്ലാവരെയും വിഴുങ്ങു തന്നെ ചെയ്യും. അതുപോലെ പ്രജകളുടെ ജീവിതത്തെ അപഹരിക്കാൻ തയ്യാറായി നിൽക്കുന്നവനായ ആ നരകാസുരനെ, കാലോരഗസ്യ ഇവ പ്രജാജീവിതഹാരിണ തസ്യ, ആ നരകാസുരൻ്റെ ദമേ ധിയം കുർവൻ. ദമേ, ദമത്തിൽ, ദമം എന്ന് പറഞ്ഞാൽ ആ അസുരനെ അമർച്ച ചെയ്യുന്നതിൽ എന്നർത്ഥം. അവൻ്റെ എല്ലാ ഹുങ്കുകളും അവസാനിപ്പിച്ച് അവനെ വധിക്കുക, അതാണ് ദമം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഹങ്കാരം ഇല്ലാതെയാക്കുക എന്നുള്ള അർത്ഥമാണുള്ളത്. നരകാസുരൻ്റെ പക്ഷത്തിൽ നരകാസുരനെ ഭഗവാൻ വധിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ദമം എന്നുള്ളതിന് ഇവിടെ വധം എന്നുള്ള അർത്ഥമെടുത്തത്. ആ നരകാസുരൻ്റെ വധത്തിൽ അല്ലെങ്കിൽ നരകാസുരനെ ഒതുക്കുന്നതിൽ ധിയം കുറുവൻ. ധിയം എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ പ്രവേശിപ്പിച്ച്, അതായത് ഇനി അടുത്ത നടപടി, ഭഗവാന്റെ അടുത്തൊരു ടാർജറ്റ്, ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് നരകാസുരനെ വധിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഖഗേശ്വരം ദധ്യൗ. ഖഗേശ്വരൻ എന്ന് പറഞ്ഞാൽ പക്ഷി ശ്രേഷ്ഠനായിട്ടുള്ള ഗരുഡനെ ഭഗവാൻ ധ്യാനിച്ചു എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. ആ അസുരനെ ദമനം ചെയ്യുന്നതിന്, ഇല്ലായ്മ ചെയ്യുന്നതിന് ഖഗേശ്വരം ദധ്യൗ. എന്തിനാണ് ഖഗേശ്വരനെ, പക്ഷികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഖഗേശ്വരൻ അഥവാ ഗരുഡനെ ക്ഷണിച്ചത് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ധ്യാനിച്ചത് എന്തിനാണ്? ഈ നരകാസുരൻ്റെ കഴിവുകളൊക്കെ ഇല്ലാതെയാക്കാൻ വേറെ ആർക്കും അറിയില്ല, വേറെ ആർക്കും പറ്റില്ല എന്നുള്ളത് ഭഗവാൻ അറിയാം. ഇനി ഈ പക്ഷി ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഗരുഡൻ എന്ന് പറയുന്നത് ഭഗവാന്റെ വാഹനമാണ്. ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ, ആകാശമാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ടാണ് ഭഗവാൻ പോവാറുള്ളത്.
അതുകൊണ്ട് ഗരുഡനെ വേഗം മനസ്സിൽ ധ്യാനിച്ചു എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. നമുക്ക് 119 ശ്ലോകം നോക്കാം. ഭാസയൻ ഭുവനാഭോഗം ഹേമപക്ഷപരത്വിഷ ആജഗാമസവേഗേന പക്ഷവാനിവ പർവത. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. ഭാസയൻ ഭുവനാഭോഗം ഹേമപക്ഷ പരത്വിഷ ആജഗാമ സ വേഗേന പക്ഷവാൻ ഇവ പർവത. ഇവിടെ ശ്ലോകത്തിൽ ഭാസയൻ എന്നുള്ള ദിക്കിലെ ഭ എന്നുള്ള അക്ഷരത്തിന് എന്തോ ഒരു ചെറിയ എഴുതിയപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ വന്നൊരു തകരാറ് കാണാനുണ്ട്. അതുപോലെ തന്നെ ഭുവനാഭോഗം എന്നാണ് വായിക്കേണ്ടത്. ശ്ലോകത്തിൽ ഭുവനാമോഗം എന്നെഴുതിയതായിട്ടാണ് കാണുന്നത്. അതും ഇതുപോലെ ടൈപ്പ് ചെയ്തപ്പോൾ വന്നതായിട്ടുള്ള തെറ്റാവണം. ഭുവനാഭോഗം എന്ന് പറഞ്ഞാൽ ഭൂതലം എന്നാണ് അർത്ഥം. അപ്പോൾ അർത്ഥം പറയാം. സഹ ഗരുഡനെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. ആ ഗരുഡൻ ഹേമപക്ഷ പരത്വിഷ. ഹേമപക്ഷം, ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണമാണ്. സ്വർണം കൊണ്ട് അല്ലെങ്കിൽ സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള പക്ഷങ്ങൾ, ഗരുഡൻ്റെ ചിറകുകളൊക്കെ സ്വർണം കൊണ്ടാണ് അത്ര നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഹേമപക്ഷ പരത്വിഷ. സ്വർണം കൊണ്ടുള്ളതായ ചിറകുകളുടെ ശക്തമായിട്ടുള്ള കാന്തി കാരണം പരത്വിഷ. അത്രയും വലിയ പക്ഷിയാണ്. ചിറകുകളും അത്ര കണ്ട് വലുതാണ്. ചിറകുകളൊക്കെ സ്വർണം കൊണ്ടായത് കാരണം അതിൻ്റെ ഒരു കഠിനമായിട്ടുള്ള പ്രകാശം ഒളിമിന്നിക്കൊണ്ടാണ് വരണത്. ആ നിറം കൊണ്ട് ഹേമപക്ഷ പരത്വിഷ ഭുവനാഭോഗം ഭാസയൻ. ഭുവനാഭോഗം എന്നുള്ളതിന് ഭൂതലം എന്നർത്ഥം. ഭൂതലത്തെ മുഴുവനും ഏതേ കൂടെയൊക്കെയാണോ ഈ ഗരുഡൻ പറന്നു വരണത് ആ പ്രദേശത്തുള്ളതായ ഭൂതലത്തെ മുഴുവനും തന്നെ ഭാസയൻ ഭാസയൻ പ്രകാശിപ്പിച്ചുകൊണ്ട് തൻ്റെ ചിറകിൻ്റെ കാന്തി കൊണ്ട് ഭൂതലത്തിന് മുഴുവനും നിറം പകർന്നു കൊടുക്കുകയാണ്, ശോഭ പകർന്നു കൊടുത്തുകൊണ്ട്. ഗരുഡൻ്റെ മറ്റൊരു വിശേഷണമാണ് പക്ഷവാൻ പർവ്വത എന്ന്. പക്ഷമുള്ള പർവ്വതം. പർവ്വതം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല വലിപ്പമുണ്ട്. ആ പർവ്വതങ്ങൾ ഒരു കാലത്ത് പറന്നു നടന്നിരുന്നു അത്രേ. ആ പർവ്വതങ്ങളുടെ ചിറകൊക്കെ വെട്ടിക്കളഞ്ഞവനാണ് ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രൻ്റെ ശത്രുക്കളായിട്ട് പർവ്വതങ്ങളെ പറയാറുണ്ട് ചില സമയത്ത്. അവയുടെ അഹങ്കാരം മുഴുവനും തീർത്തത് ഇന്ദ്രനാണെന്നും ഒരു പർവ്വതം മാത്രം പറന്ന് കടലിൻ്റെ അടിയിൽ പോയിരുന്നു, അതിൻ്റെ ചിറക് വെട്ടാൻ ഇന്ദ്രന് സാധിച്ചില്ല, ആ പർവ്വതമായിരുന്നു മൈനാകം എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ചിറകുണ്ട്. ബാക്കി എല്ലാ പർവ്വതങ്ങളും ആൾക്കാരെ ഉപദ്രവിക്കുകയാണ്. ജനവാസ മേഖലയിലൊക്കെ പോയിട്ട് പറന്നിറങ്ങുക, അവിടെയുള്ള മനുഷ്യരെയൊക്കെ കൊല്ലുക, അങ്ങനെയൊക്കെ ഒരു പ്രവൃത്തികൾ ഈ പർവ്വതങ്ങൾ ഒരു കാലത്ത് ചെയ്തുകൊണ്ടിരുന്നു എന്നും ആ പർവ്വതങ്ങളുടെ പ്രവൃത്തി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പർവ്വതങ്ങളുടെ ചിറകൊക്കെ ഇന്ദ്രൻ തൻ്റെ വജ്രം കൊണ്ട് വജ്രായുധം കൊണ്ട് മുറിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് കഥ. അതൊക്കെ വേദങ്ങളിൽ വരെ പറയുന്നുണ്ട്. അങ്ങനെ പക്ഷമുള്ള ചിറകുകളുള്ളൊരു പർവ്വതം വരണ പോലെ അതാണ് പറയണത്. അങ്ങനെ ആരാണ് വരണത്? ഗരുഡനാണ് വരണത്. അതാണ് പക്ഷവാൻ പർവ്വത ഇവ. പക്ഷമുള്ള ചിറകുകളുള്ള പർവ്വതം കണക്കെ. പർവ്വതം ഒരു ചിറക് വെച്ച് രണ്ട് ചിറക് വെച്ച് പറന്നു വരികയാണോ എന്ന് തോന്നുന്ന വിധത്തിൽ അത്രയ്ക്ക് ആകാര വലിപ്പത്തോടു കൂടിയിട്ട് വേഗേന ആജഗാമ. വലിപ്പമുണ്ടെന്നുള്ളത് കൊണ്ട് പതുക്കെ എന്നല്ല, വളരെ വേഗത്തിലാണ് ഭഗവാൻ നിമിഷ നേരം കൊണ്ട് ആ ഗരുഡനെ തൻ്റെ അടുത്തേക്ക് വരുത്തിയത്. മനസ്സുകൊണ്ട് വിചാരിച്ചപ്പോഴേക്കും ഗരുഡൻ പറന്ന് ഭഗവാന്റെ അടുത്ത് എത്തി. അപ്പം ദൂരെ നിന്ന് കാണുമ്പോൾ സ്വർണ്ണവർണ്ണമുള്ളതായ വലിയൊരു പർവ്വതം പറന്നു വരികയാണോ എന്ന് തോന്നും. അത്രയ്ക്ക് കാന്തിയായിരുന്നു, അത്രയ്ക്ക് വലിപ്പമായിരുന്നു ആ സുപർണന്. സുപർണൻ എന്ന് പറഞ്ഞാൽ ഗരുഡൻ എന്നർത്ഥം. നമുക്ക് 120 ശ്ലോകം കൂടി നോക്കാം. തമാരുഹ്യ ഗരുത്മന്ദം സഹിത സത്യഭാമയാ അവിജ്ഞാതഗതിശൗരി പ്രാഗ്ജ്യോതിഷപുരം യയൗ. ആദ്യം പദച്ഛേദം പറയാം. തം ആരുഹ്യ ഗരുത്മന്ദം സഹിത സത്യഭാമയാ അവിജ്ഞാതഗതി ശൗരി പ്രാഗ്ജ്യോതിഷപുരം യയൗ. ഭഗവാൻ സത്യഭാമയോട് കൂടിയിട്ട് നരകാസുരൻ്റെ രാജധാനിയിലേക്ക് കൊട്ടാരത്തിലേക്ക് പോയി എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത്. സത്യഭാമയാ സഹിത. സത്യഭാമയോടുകൂടിയവനായ ഭഗവാൻ. സഹിത എന്ന് വെച്ചാൽ കൂടിച്ചേർന്ന് വരുന്നവൻ, കൂടിച്ചേർന്നിരിക്കുന്നവൻ. അങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെയുള്ള ഗതിയായിരുന്നു? അവിജ്ഞാതഗതി ശൗരി. അവിജ്ഞാതമായ ഗതികളോട് കൂടിയവൻ. അതായത് അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോണതെന്ന് മുൻകൂട്ടി പറയാൻ പറ്റാത്തൊരാൾ, മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റാത്തൊരാൾ. അതായത് ഭഗവാൻ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്,
മനുഷ്യർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, ഭക്തന്മാർക്കൊക്കെ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പറയാണ് അവിജ്ഞാതഗതി. ഭഗവാന്റെ ഗതികളെ പറ്റിയിട്ട് ഒന്നും അറിയില്ലായിരുന്നു. അവിജ്ഞാതഗതി ശൗരി. ഇനി വരാൻ പോകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവനായ, ആർക്കും പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തവനായിട്ടുള്ള ആ ശൗരി, ഹരി, ശ്രീഹരി ഭഗവാൻ മഹാവിഷ്ണു ഗരുത്മന്ദം ആരുഹ്യ. ഗരുത്മാൻ, ഗരുത്ത് എന്ന് പറഞ്ഞാൽ വലിയ ചിറകുകളാണ്. ഗരുത്മന്ദം എന്ന് പറഞ്ഞാൽ ദ്വിതീയ ഏകവചനം. ആ ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് ഗരുത്മന്ദം ആരുഹ്യ പ്രാഗ്ജ്യോതിഷപുരം യയൗ. പ്രാഗ്ജ്യോതിഷപുരം എന്ന് പറഞ്ഞാൽ നരകാസുരൻ്റെ കൊട്ടാരം ഇരിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ പേരാണ് പ്രാഗ്ജ്യോതിഷപുരം. ആ പ്രാഗ്ജ്യോതിഷപുരത്തിലേക്ക് ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടി ചെന്നു. ഈ ഗരുഡൻ്റെ പുറത്ത് കയറിയിട്ട് പറന്ന് അങ്ങോട്ട് പോയി എന്നാണ് 120ാമത്തെ ശ്ലോകത്തിൽ കവി വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രാഗ്ജ്യോതിഷപുരത്തിൽ ചെന്നിട്ടുള്ള യുദ്ധങ്ങളൊക്കെ പിന്നെ കാണാം. ഇന്നത്തെ 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. തസ്യ കാലോ രഗസ്യേവ പ്രജാജീവിതഹാരിണ ദമേദാമോദരഃ കുർവൻ ധിയം ദദ്ധ്യൗ ഖഗേശ്വരം ഭാസയൻ ഭുവനാഭോഗം ഹേമപക്ഷപരത്വിഷ ആജഗാമസവേഗേന പക്ഷവാനിവ പർവത തമാരുഹ്യ ഗരുത്മന്ദം സഹിത സത്യഭാമയാ അവിജ്ഞാതഗതിശൗരി പ്രാഗ്ജ്യോതിഷപുരം യയൗ. അങ്ങനെ നരകാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനും സത്യഭാമയും കൂടിയിട്ട് പ്രാഗ്ജ്യോതിഷപുരം എന്നു പേരുള്ള നരകാസുരൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. സുന്ദരമായിട്ടുള്ള 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.